ശശിനാരായണൻ, ഇപ്പോൾ TV പുഷ്പവല്ലിയുണ്ട്, കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. മാഡം, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് മാഡത്തിന് മനസ്സിലായിട്ടുള്ളത് ഈ അപകടവുമായി ബന്ധപ്പെട്ട്? വെളുപ്പിന് 4:30 ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിക്കാനിടയായി. ഒരാള് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് മരിച്ചിട്ടുള്ളത്. ഏകദേശം 30 വയസ്സോടടുത്ത ഒരു സ്ത്രീയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും തന്നെ അന്നേരം തന്നെ ഓടി സ്ഥലത്തെത്തുകയും അവരാണ് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ബസ്സിലുള്ളവർക്ക് വലിയ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 യാത്രക്കാരുണ്ടായിരുന്നു. ഈ കാർ യാത്രക്കാർ ഉറങ്ങിയതാണോ? എന്താ ഒരു അപകട കാരണമായിട്ട് മനസ്സിലായിട്ടുള്ളത്? ഇപ്പം നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ ഈ കലഞ്ഞൂർ മേഖലയില് നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പൊ അപകടം നടന്നിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് ഉറങ്ങിയതാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയുന്നില്ല. എന്തുകൊണ്ടാ മാഡം അവിടെ ഈ റോഡിൽ നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ അമിതമായ വേഗതയിൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വാഹനങ്ങളെല്ലാം തന്നെ, ഒരു വാഹനമല്ല എല്ലാ വാഹനങ്ങളും തന്നെ അമിതമായ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം യാതൊരുവിധമായ കട്ടറുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ സ്പീഡില് 100-110 വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ. ഒരുപാട് അപകടങ്ങൾ സമീപ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ? ഉണ്ട്, നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ അപകടം ഉണ്ടായ സ്ഥലം മുതൽ കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള പ്രദേശത്ത് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്തെങ്കിലും ഒരു മാർഗം കാണണമല്ലോ ഇത് നിയന്ത്രിക്കാൻ, ഈ സ്പീഡ് നിയന്ത്രിക്കാനും മറ്റുമേ, അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് അവരോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെ അപകടം നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംവിധാനം അവിടെ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ പഞ്ചായത്ത് ഇടപെട്ട് ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി മാഡം. TV പുഷ്പവല്ലിയാണ് ചേർന്നത്, കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നത്. നാട്ടുകാർക്കും ഇതേ അഭിപ്രായം തന്നെയാണ്.